മൂന്ന് ഫെഡറൽ ഏജൻസികൾ പൂട്ടാനുള്ള ട്രംപിന്റെ നീക്കത്തിന് തിരിച്ചടിയായി കോടതി നടപടി. റോഡ് ഐലൻഡിൽ നിന്നുള്ള ഫെഡറൽ ജഡ്ജാണ് ട്രംപിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്തത്. ഫെഡറൽ മീഡിയേഷൻ ആൻഡ് കൺസിലിയേഷൻ സർവീസ്, മൈനോറിറ്റി ബിസിനസ് ഡെവലപ്മെന്റ് ഏജൻസി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മ്യൂസിയം ആൻഡ് ലൈബ്രറി സർവീസസ് എന്നീ മൂന്ന് ഏജൻസികൾക്കെതിരെയായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ നടപടി. ഈ ഏജൻസികൾ അടച്ചുപൂട്ടണമെന്ന് മാർച്ച് 14-നാണ് ട്രംപ് ഉത്തരവിട്ടത്. ഈ ഉത്തരവിനെതിരെയാണ് കോടതിയുടെ താൽക്കാലിക സ്റ്റേ നിലവിൽ വന്നത്. ഏജൻസികൾ അടച്ചുപൂട്ടുന്നതിനുള്ള ട്രംപിന്റെ ഉത്തരവ് ഫെഡറൽ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയർ ആക്ടിന് വിരുദ്ധമാണെന്ന് ജഡ്ജ് ജോൺ ജെ മക്കോണൽ വ്യക്തമാക്കി. ഈ വിഷയത്തിൽ ട്രംപ് ഏകപക്ഷീയമായാണ് നടപടിയെടുത്തത്. കോൺഗ്രസ് ആണ് നിയമം നിർമ്മിക്കുന്നത്, പണം അനുവദിക്കുന്നത്, ഇതെല്ലാം നടപ്പാക്കേണ്ടത് എക്സിക്യൂട്ടീവുമാണ്. ഈ തത്വങ്ങളെ ഉത്തരവ് ലംഘിക്കുന്നതായി മക്കോണൽ പറഞ്ഞു. വിസ്കോൺസിൻ ഉൾപ്പെടെ 21 സംസ്ഥാനങ്ങൾ ചേർന്നാണ് ട്രംപിന്റെ ഉത്തരവിനെതിരെ കേസ് നൽകിയത്. റോഡ് ഐലൻഡ്, ഹവായ്, ന്യൂയോർക്ക് എന്നീ സംസ്ഥാനങ്ങളിലെ അറ്റോർണി ജനറൽമാരാണ് കേസിന് നേതൃത്വം നൽകുന്നത്. കോടതിയുടെ സ്റ്റേ സാധാരണ ജനങ്ങൾക്ക് ആശ്വാസം പകരുന്നതാണെന്നും ഏറെ പ്രധാനപ്പെട്ടതാണെന്നും റോഡ് ഐലൻഡ് അറ്റോർണി ജനറൽ പീറ്റർ നെറോണ അഭിപ്രായപ്പെട്ടു. ഈ ഏജൻസികളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിലൂടെ സാധാരണക്കാരുടെ അവസരങ്ങൾ ഇല്ലാതാക്കുകയാണ് ട്രംപ് ഭരണകൂടം ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പോൾ കേസിൽ ഉൾപ്പെട്ട 3 ഏജൻസികൾ ഉൾപ്പെടെ ആകെ 7 ഏജൻസികൾക്കെതിരെയാണ് ട്രംപ് നീക്കം നടത്തുന്നത്. ഈ ഏജൻസികളുടെ നിയമപരമായ ചുമതലകൾ കുറയ്ക്കാനും ജീവനക്കാരെ വെട്ടിച്ചുരുക്കാനും ട്രംപ് ഉത്തരവിട്ടിരുന്നു. IMLS, MBDA, FMCS എന്നീ ഏജൻസികൾക്ക് സെപ്റ്റംബർ 30, 2025 വരെ കോൺഗ്രസ് പണം അനുവദിച്ചിരുന്നു. 2024 നൽകിയ അതേ തുകയാണ് അനുവദിച്ചത്. എന്നാൽ ട്രംപിന്റെ ഉത്തരവിന്റെ ഫലമായി ഈ ഏജൻസികൾ പണം വേണ്ടെന്ന് വെക്കുകയാണെന്നും മക്കോണൽ ചൂണ്ടിക്കാട്ടി. തൊഴിൽ തർക്കങ്ങളിൽ യൂണിയനുകൾക്കും തൊഴിലുടമകൾക്കും ഇടയിൽ മധ്യസ്ഥത വഹിക്കുന്ന ഏജൻസിയാണ് FMCS. 1947 ടാഫ്റ്റ് ഹാർട്ട്ലി ആക്ട് പ്രകാരമാണ് ഇത് രൂപീകരിച്ചത്. മ്യൂസിയങ്ങൾക്കും ലൈബ്രറികൾക്കും ധനസഹായം നൽകുന്ന ഉത്തരവാദിത്തമാണ് IMLS ഏജൻസി നിർവഹിക്കുന്നത്. കൂടാതെ മ്യൂസിയങ്ങൾക്കും ലൈബ്രറികൾക്കും ആവശ്യമായ ഗവേഷണങ്ങളും പോളിസി അനാലിസിസ് സഹായങ്ങളും 1990കളിൽ സ്ഥാപിതമായ ഈ ഏജൻസി നൽകുന്നുണ്ട്. 1969 പ്രസിഡന്റ് റിച്ചാർഡ് നിക്സണാണ് MBDA എന്ന ഏജൻസി തുടങ്ങിയത്. വാണിജ്യ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഏജൻസിക്ക് 1979 ഇപ്പോഴത്തെ പേര് ലഭിച്ചത്. എല്ലാ പാർട്ടിക്കാരും ഈ ഏജൻസിയെ പിന്തുണച്ചിട്ടുണ്ടെന്ന് ഒന്നാം ട്രംപ് ഭരണകാലത്ത് 2018 മുതൽ 2020 വരെ ഏജൻസിയുടെ ഡയറക്ടറായി പ്രവർത്തിച്ച ഹെൻറി ചൈൽഡ്സ് പറയുന്നു. 2021 പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണത്തിന് കീഴിലാണ് MBDAയെ ഒരു സ്ഥിരം ഫെഡറൽ ഏജൻസിയാക്കി മാറ്റിയത്. 2 പാർട്ടികളുടെ അംഗങ്ങളിൽ നിന്നുമുള്ള പിന്തുണയോടെ സെനറ്റർ ടാമി ബാൾഡ്വിന്റെ ശ്രമഫലമായി വന്ന ഭേദഗതിയിലൂടെയാണ് ഇത് സാധ്യമായത്. 2022 മിൽവാക്കിയിൽ ഒരു MBDA സെന്റർ സ്ഥാപിക്കാനും ബാൾഡ്വിൻ മുൻകൈയെടുത്തിരുന്നു. ഈ വർഷം ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ ഈ ഏജൻസിയെ തകർക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക് പറഞ്ഞത്. എന്നാൽ കഴിഞ്ഞ മാസം മിൽവാക്കിയിലെ MBDA സെന്റർ അടച്ചുപൂട്ടുകയായിരുന്നു. നോർത്ത് സെൻട്രൽ മൈനോറിറ്റി സപ്ലയർ ഡെവലപ്മെന്റ് കൗൺസിൽ പ്രസിഡന്റായ കരോലിൻ മോസ്ബി പറയുന്നത് ഏപ്രിൽ 17 ഗ്രാന്റ് റദ്ദാക്കിയതിനെക്കുറിച്ച് തങ്ങൾക്ക് അറിയിപ്പ് ലഭിച്ചു എന്നാണ്. രാജ്യത്തുടനീളമുള്ള 40-ലധികം കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടിയിട്ടുണ്ട്. MBDA പോലുള്ള ഏജൻസികളുടെ പദ്ധതികൾ ആരെയും മാറ്റി നിർത്താനുള്ളതല്ലെന്നും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണെന്നും മോസ്ബി പറയുന്നു. നിരവധി പേരാണ് ഈ ഏജൻസിയുടെ സഹായത്തോടെ ബിസിനസ് പടുത്തുയർത്തിയത്. 2020 ആന്റോൺ കിങ് എന്ന വ്യക്തി മിൽവാക്കിയിൽ ഒരു ചെറിയ ട്രക്കിംഗ് ബിസിനസ് തുടങ്ങിയിരുന്നു. പിന്നീട് രാജ്യത്തുടനീളം സാധനങ്ങൾ കൊണ്ടുപോകുന്ന വലിയ ട്രെയിലർ ബിസിനസ്സായി അത് വളർന്നു. മിൽവാക്കിയിലെ MBDA സെന്റർ പുതിയ ഉപകരണങ്ങൾ വാങ്ങാൻ പണം കണ്ടെത്താനും ന്യൂനപക്ഷത്തു നിന്നുള്ള ആളുകൾക്ക് ലഭിക്കുന്ന അവസരങ്ങളെക്കുറിച്ച് അറിയാനും കിങ്ങിനെ സഹായിച്ചു. ഈ സഹായം വളരെ വലുതായിരുന്നുവെന്നും സെന്റർ അടച്ചുപൂട്ടിയെന്ന് കേട്ടപ്പോൾ തനിക്ക് വളരെ വിഷമം തോന്നിയെന്നും കിങ് പറയുന്നു. ട്രംപിന്റെ ഉത്തരവിൽ നിന്ന് MBDA സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സെനറ്റ് കൊമേഴ്സ് കമ്മിറ്റിയിലെ ഡെമോക്രാറ്റ് അംഗങ്ങൾ വാണിജ്യ വകുപ്പിന് 3 കത്തുകൾ അയച്ചിട്ടുണ്ട്. ഏപ്രിൽ 30 അവസാനത്തെ കത്ത് നൽകിയത്. ഇതിൽ അടച്ചുപൂട്ടാനുള്ള ഉത്തരവിൽ വ്യക്തമാക്കിയ കാര്യങ്ങൾ വിശദീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഏജൻസിയുടെ ഫണ്ടുകൾ ഇനി പ്രസിഡന്റിന്റെ താൽപ്പര്യങ്ങൾക്കനുസരിച്ചാണ് അലോക്കേറ്റ് ചെയ്യുക എന്ന ഉത്തരവിൽ വ്യക്തമാക്കിയ കാര്യത്തെക്കുറിച്ചാണ് വിശദീകരണം ആവശ്യപ്പെട്ടത്. ഏതു തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഏജൻസിയുടെ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമെന്നും എങ്ങനെയാണ് ഫണ്ട് ഇനി ഉപയോഗിക്കുന്നതെന്നും വ്യക്തമാക്കാനാണ് കത്തിൽ ആവശ്യപ്പെട്ടത്. വ്യവസായങ്ങളെ സഹായിക്കുന്ന MBDA പോലുള്ള ഏജൻസികളെ ട്രംപ് ഭരണകൂടം തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഉയർന്നുവരുന്ന വിമർശനം. എന്തായാലും ട്രംപിന്റെ നീക്കത്തിന് താൽക്കാലികമായി തടയിട്ടിരിക്കുകയാണ് കോടതി.